ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ 3-piece സെറ്റ് ഉൾപ്പെടെ കിഡിലും പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാർട്ടി വെയറും നോർമലും എല്ലാ കളക്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ 3-piece സെറ്റുകൾ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് നല്ല എൻക്വയറി ഉള്ളതുകൊണ്ടാണ് വീണ്ടും അങ്ങനത്തെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ഉള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എല്ലാ വീഡിയോസും മിസ്സാവാണ്ട് കിട്ടുള്ളൂ. നമ്മളെന്നും രാവിലെ ഒരു 11 മണി റേഞ്ചിലാണ് ഇടുന്നത്. സാധാരണ നമ്മൾ പണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യക്കുറവ് കൊണ്ട് അങ്ങനെ ഇടാറില്ല. അതുകൊണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ തലേദിവസം പറയും, നമുക്ക് പിറ്റേ ദിവസം വീഡിയോ ഉണ്ടെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് ഇടാം കേട്ടോ. പിന്നെ നമുക്ക് DTDC വഴിയും പോസ്റ്റൽ വഴിയാണ് ഇവിടുന്ന് ഷിപ്പിംഗ് ഉള്ളത്. കേരളത്തിനകത്ത് രണ്ടും നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് പോകുന്നത്. പോസ്റ്റൽ വേണ്ടവർ പോസ്റ്റൽ എന്ന് മെൻഷൻ ചെയ്യണം. കാരണം നമ്മൾ നോർമലി DTDC വഴിയാണ് അയക്കുക. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് DTDC വഴി കയറിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. കേരളത്തിന് പുറത്ത് നമുക്ക് സൗത്ത് ഇന്ത്യയൊക്കെ രജിസ്റ്റേർഡ് പാഴ്സൽ വഴി ഫ്രീ ഷിപ്പിങ്ങിൽ ചെയ്യാം. കുറച്ച് ദൂരെയാണെങ്കിൽ അതുമാതിരി DTDC വഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ സൈസ്, കളർ ഇതിൻ്റെ കേസിലൊന്നും റിട്ടേൺ പോളിസി ഇല്ല. ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രം. അത് ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തു, കോമ, ചെറിയൊരു അങ്ങനെ പറഞ്ഞ് നമുക്ക് റിട്ടേൺ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഡാമേജ് ആണ്, മാനുഫാക്ചർ ഡിഫക്റ്റ് ആണെന്നൊക്കെ ഉള്ള കേസ് നമുക്ക് പക്കായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഐറ്റമാണ്. നിങ്ങൾക്കിത് ഈ ഒരു പാറ്റേൺ കണ്ടു പരിചയമുണ്ടോ? ഇതുപോലത്തെ അജ്രക്കിൽ വരുന്ന ഐറ്റംസ് നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ, ബ്ലൂ, അതുമാതിരി ബ്രിക്ക് റെഡ് കളറിൽ സിമ്പിളായിട്ടുള്ളത് വർക്ക് വരുന്നത്, ടോപ്പ് ബോട്ടം സെറ്റ്, ടോപ്പ് ഓൺലി, 3-piece സെറ്റ്, അതും ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസാണ്. അതിൽ തന്നെ ഒരു പ്രത്യേക പാറ്റേൺ ആണിത്. കണ്ടോ, ഇവിടെ ഒരു പാച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു കട്ടിങ് പാച്ച് വർക്ക്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഹുക്ക് ഇട്ടിട്ട് അതിലിങ്ങനെ കൊളുത്തിയ പോലത്തെ ഒരു ചെറിയ ഒരു ഇതിങ്ങനെ ഡിസൈൻ പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് എൻ്റെ വർക്ക്. ലൈനിലാണ് വരുന്നത് കേട്ടോ. ലൈനിൽ ചെറിയൊരു 1-2 പാനൽസ് ആയിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. പാനൽ കട്ടാണ് വരുന്നത്. ഇത് എക്സാക്റ്റ് ലൈനല്ല. ഒരു ഫ്രണ്ട് പോർഷനിൽ തന്നെ ഒരു 4 പാനൽ, മൊത്തം 8 പാനലാണ്ട് വരുന്നുണ്ട്. നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. 47.5 to 48.5 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. ബോട്ടത്തിനാണെങ്കിലും ഒരു 38.5-38നേക്കാളും കൂടുതലുണ്ട്. നോർമൽ നമുക്ക് 38 വരാറ്. ഇത് 38.5 കൂടുതൽ ലെങ്ത്ത് വരുന്നുണ്ട്. 1 സൈഡ് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നല്ല ബോട്ടാണ്. ഇതിൻ്റെ ഈ 6 ആഗിൽ വരുന്നതാണ് ബോട്ടം. ഞാൻ കാണിക്കാം. ഇതാണ് ഷാൾ വരുന്നത്. നല്ല ലെങ്ത്തും വിടുത്തുള്ള ഷാളാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ഒരു 6 ആഗ് പാറ്റേൺ. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഒരു പ്രിൻ്റൊക്കെയാണ് പോയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇച്ചിരി ഹെവി ലുക്കായിട്ട് തോന്നും. കാരണം ഒരു പാർട്ടി വെയർ കളക്ഷൻ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 1299 ആണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടില്ലെന്നായിട്ടുമാണ്. അജ്രക്കിന് എപ്പോഴും ഭയങ്കര ഡിമാൻഡാണുള്ളത്. അപ്പോൾ നമ്മളത് വെയർ ചെയ്ത് പുറത്ത് പോകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ലുക്കും ഒരു പ്രത്യേകത ഉണ്ട് അതിന്. ഇപ്പോൾ നോർമലി പുറത്ത് പോകുമ്പോഴൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അജ്രക്ക് ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ കൊടുത്ത ഐറ്റംസ് തന്നെ കുറേ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ കസ്റ്റമറാണോ പോകുന്നത്. പക്ഷെ അവരാരെന്നെ തിരിച്ചറിയാറില്ല. എന്താണെന്ന് പറഞ്ഞൂടാ, ചിലപ്പോൾ എൻ്റെ കസ്റ്റമർ ആയിരിക്കില്ല. ഇഷ്ടംപോലെ അജ്രക്ക് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. ഞാനിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. എങ്ങനെയാണ് വരുന്നത്, ഒരു 6 ആഗ് പാറ്റേൺ. എന്നിട്ട് ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഒരു ഹുക്ക് പോലെ ഒരു വള്ളി പോലെ കൊടുത്തിട്ട് നേരത്തെ ഒരു സ്റ്റൈലിന് കൊടുത്തിട്ടുള്ളതാണ്. സ്ലീവ് ഇതാ ഇങ്ങനെ വരും. സ്ലീവിൻ്റെ എൻ്റെ ആ 6 ആഗ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പാനൽസ് അടിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ വരും കേട്ടോ. പാനൽസ് ചെറിയ ചെറിയ പാനൽസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള റേറ്റാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. യോക്കിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഇവിടം വരെ നമുക്ക് പുറകുവശം നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല കട്ടി എന്ന് പറഞ്ഞാൽ നമുക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും. താഴത്തേക്ക് ഫ്ലീറ്റ്സ് ഉള്ള ഭാഗമാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത്. ഇവിടം വരെ ലൈനിങ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. പാനൽ കട്ടിലാണ് വരുന്നത്. ഷാള് പിന്നെ ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ.
ഫുൾ സിക്സാഗാണ്. ഫ്രണ്ട് പോർഷനിൽ ബാൻഡും അതിന് അഡ്ജസ്റ്റ് ചെയ്യാനൊരു വള്ളിയും കൊടുത്തിട്ടുണ്ട്. പുറകു വശം ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. വൺ സൈഡിൽ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടെ അജ്രക്കിൻ്റെ കളക്ഷൻസ് ഉള്ളതിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾക്ക് ഈ ബോട്ടം ഉപയോഗിക്കാം. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. 38.5 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള സ്റ്റൈലിലാണ് ബോട്ടം വരുന്നത്. അപ്പോൾ 3 പീസ് സെറ്റ് ഇങ്ങനെയാണ് വരുന്നത്. M മുതൽ XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 1299 ആണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. കിഡിലെ നൈറ്റുമാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ്. വേറെ ഒരു വെറൈറ്റി സ്ട്രക്ചറും അതുപോലെ തന്നെ കാണാൻ നല്ല ലുക്കും ഉണ്ട്. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത 3 പീസ് സെറ്റ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സിൽക്കാണ് കേട്ടോ. വിചിത്ര സിൽക്കല്ല, സിൽക്കിൽ തന്നെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ടസ്കാനി, വിക്ടോറിയ, ടിഷ്യൂ, അതുമാതിരി സെമി സിൽക്ക്, അങ്ങനെ ഒരുപാട് സിൽക്ക്. അതിലൊരു കൈൻഡ് ഓഫ് സിൽക്കാണ് ഈ മെറ്റീരിയൽ വരുന്നത്. നല്ല രസമാണ്. ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിചിത്ര പോലെ തോന്നും, പക്ഷേ എക്സാക്റ്റ് വിചിത്ര സിൽക്കല്ല, വേറൊരു കൈൻഡ് ഓഫ് സിൽക്കാണ്. ടസ്കാനി സിൽക്കോ അങ്ങനെ എന്തോ ആണ് ഈ മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ വർക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു മാലയിട്ടൊരു ലുക്കാണ് കാണാൻ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നല്ല റിച്ചായിട്ട് ഇവിടെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ളത്. നടുക്ക് നല്ല രസത്തിൽ കോപ്പറിൻ്റെ കളറിലാണ് ഇതിൻ്റെ മെഷീൻ എംബ്രോയ്ഡറി പോയിട്ടുള്ളത് കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഷാള് വരുന്നത് ഇതുപോലെ നെറ്റ് കോട്ട, സോഫ്റ്റ് നെറ്റ് കോട്ട പോലത്തെ ഒരു ഷാളാണ്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഷാള് വരുന്നത്. അതിനകത്തൊരു ഡിജിറ്റൽ പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഷാളാണ് വരുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂണിൻ്റെ ബോട്ടമാണ്. വൺ സൈഡ് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 45 ഇഞ്ചിലേക്കാണ് ലെങ്ത്ത് ടോപ്പ് വരുന്നത്. സ്ലീവിന് ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നത് ഒരു 38.5 ഉണ്ട് കേട്ടോ. സ്ലീവിന് ലെങ്ത്ത് വരുന്നത് ഒരു 15.5 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ ഇച്ചിരി കട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഒരു ലീവ് ഗ്രീൻ, ആ ഒരു കൈൻഡ് ഓഫ് ഗ്രീനാണ്. എക്സാക്റ്റ് ആ ഗ്രീൻ എന്നല്ല, ഓൾമോസ്റ്റ് അതുപോലത്തെ ഒരു ഗ്രീൻ കളറാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1199 ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലും അതുപോലെ തന്നെ എൻ്റെ വർക്കും നല്ല ഹെവി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ല പാർട്ടി വെയർ കളക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതെങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ വർക്ക് വരുന്നത്. ഇതാ ഇങ്ങനെ വരും കേട്ടോ. സ്ലിറ്റഡ് ആണ് വരുന്നത്. ഉള്ളിൽ നല്ല കട്ടിയിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് ലൈനിങ് പോയിട്ടുള്ളത്. പുറകു വശം എന്താ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് കുർത്തിയുടെ ഓവറോൾ ലുക്ക്. ബോട്ടം വരുന്നത് ഇതാ നല്ല ഭംഗിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. വൺ സൈഡ് ബാൻഡ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിച്ചിങ് ഒക്കെ നല്ല പക്കാണ്. പുറകിൽ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. വൺ സൈഡ് നമുക്ക് നല്ല ഡെപ്തിലേക്ക് തന്നെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഇതുപോലെ ഒരു ഇച്ചിരി ഭാഗം കട്ടിക്കൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി നമ്മളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ കാണാമല്ലേ, ഇവിടെയൊക്കെ ഇച്ചിരി ഭാഗം കട്ടിയൊക്കെ കൊടുത്ത് അതുപോലെ പിന്നെ ഇവിടെ ഒരു കട്ടിങ് ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ടാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഷാളും നല്ല ഭംഗിയുള്ള ഒരു ഷാളാണ് കേട്ടോ. അപ്പോൾ M2XXL സൈസസിൽ 1199 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു കളറും അതുപോലെ തന്നെ നല്ലൊരു വർക്കുമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഒരു ഐറ്റം ഇതിന് മുമ്പ് കുറേ നാൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ഒരു ഗ്യാപ്പൊക്കെ കൊടുത്ത് നെറ്റ് ടൈപ്പിൽ പോലെ വരുന്നത് നല്ല രസമാണ്. ഇതിൻ്റെ യോക്ക് ഏരിയ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം കാണാനായിട്ട്. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അറിയുണ്ടാവും. അങ്ങനത്തെ നെറ്റിൻ്റെ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ലെവലിൽ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക് കാണിച്ച പോലെ തന്നെ ചെറിയ ഫ്ലീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം, ഈ ഇച്ചിരി ഭാഗം മാത്രമാണ് ഫ്ലീറ്റ്സ് കൊടുത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഇതേ പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഒരു 47.5 to 48 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. പുറകിൽ നോർമൽ എ ലൈനാണ് വരുന്നത്. സൈസ് വരുന്നത് M2XXL ആണ്. പ്രൈസ് വരുന്നത് 799 മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു കട്ട് കളർ ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല രസമുള്ള, നമ്മളെപ്പോഴും കൊണ്ടുവരാറുള്ള ഒരു ടൈപ്പിലുള്ള കളറല്ല. സാധാരണ നമ്മൾ മെറൂൺ, ഗ്രീൻ, ആ ഒരു ബ്ലൂ അങ്ങനത്തെ കളേഴ്സാണ് കൊണ്ടുവരാറ്. ഇത് നല്ലൊരു കളർ ചാർട്ടാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. എന്താ ഇങ്ങനെയാണ് വരുന്നത്.
കണ്ടോ ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. നല്ലൊരു പാർട്ടി വെയറോ ഫങ്ഷൻ വെയറോ ആയിട്ടോ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗം ഒരു ഇച്ചിരി ഭാഗം മാത്രം ഇങ്ങനെ ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല റൗണ്ട് നെക്കിലാണ് പോയിട്ടുള്ളത്. ഇതാ ഇങ്ങനെ വരും. ഉള്ളിൽ നല്ല ലെങ്ത്തിൽ തന്നെ ഇതിൻ്റെ ക്രേപ്പിൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്ത്തിലാണ് കേട്ടോ ലൈനിങ് കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ് വരുന്നത്. പുറകുവശം നോർമൽ ലൈനാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ M2XX പ്രൈസ് വരുന്നത് 799 ആണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാട്ടോ. നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് ഇടാൻ പറ്റുന്ന റേറ്റാണ്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ. മെറൂണല്ല, ഒരു കോഫി ബ്രൗൺ ആണ് ഓൾമോസ്റ്റ്. അതിനകത്ത് നല്ല രസമായിട്ടുള്ള ഒരു മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ്. ഇങ്ങനത്തെ വർക്ക് വരുന്നത് നമുക്ക് എപ്പോഴും 3 പീസ് സെറ്റിലാണ് കിട്ടാറ് പതിവ്. ഇത് നമ്മൾ സിംഗിൾ കുർത്തിയാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്നത്. നമുക്ക് ടോപ്പിനൊരു 46 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവിനൊരു 15 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ യോക്ക് ഏരിയ കാണാനായിട്ട്. ഇതൊരു കോട്ടണും ഒരു ചെറിയ സിൽക്കും, ഒരു ചന്തേരി സിൽക്കൊക്കെ പോലത്തെ ഒരു ഐറ്റാണ് വരുന്നത്. അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഞാൻ. വേണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് പോയിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ ഈ വർക്ക് കാണാനായിട്ട്. ഇപ്പം ഇങ്ങനത്തെ വർക്കുകൾ ഭയങ്കര ട്രെൻഡിയാണ്. ഞങ്ങളെപ്പോഴും നമുക്ക് അങ്ങനത്തെ 3 പീസ് സെറ്റിലാണ് കിട്ടാറ്. അതുമാതിരി തന്നെ ഈ കളറും നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല, ഒരു കോഫി ഷെയ്ഡിലേക്ക് വരുന്നത്. ഡാർക്ക് കോഫി അല്ല, ഒരു മെറൂണും കോഫി ബ്രൗണും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇതിങ്ങനെ വരും. നല്ല രസമാണ് കാണാനായിട്ട്. സ്ലിറ്റഡ് ആണ്. നല്ല കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കട്ടിയെ നമുക്ക് ഫീൽ ചെയ്യും. സിൽക്കി പോലെ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലേസിങ്ങും ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. M2XX സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 749 ആണ് കേട്ടോ. 749 രൂപയാണ് വരുന്നത്. പുറകുവശം ഇതുപോലെ പ്ലെയിൻ ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ കളേഴ്സൊക്കെ നമ്മൾ നോക്കി എടുക്കാൻ ശ്രമിക്കാറുണ്ട്, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊക്കെ. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനത്തെ കളേഴ്സ് കിട്ടാറില്ല, അതാണ് പ്രശ്നം. പക്ഷേ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോഫി ഒരുമാതിരി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യോക്ക് ഏരിയയിലും നല്ല ഈ വർക്ക് പല കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ബോട്ടം നിങ്ങൾക്ക് വെയർ ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് വെയർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം കേട്ടോ. സിംഗിൾ കുർത്തിയാണ് വരുന്നത്. M2XX 749 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു യെല്ലോയിൽ ചെറിയ ഗ്രീനിൻ്റെ കളറും അതുപോലെ തന്നെ ഒരു പിങ്ക് കളറും കൂടി മിക്സ് ആയിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. യോക്ക് ഏരിയ നല്ല റിച്ചായിട്ട് വലിയ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തേക്ക് ചെറിയ ചെറിയ പ്രിൻ്റാണ് പോയിട്ടുള്ളത് കേട്ടോ. ഈ ഇവിടെ നിന്ന് താഴത്തേക്ക് ഓരോ കട്ടിങ് പോയിട്ടുണ്ട്. കട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റിച്ചിങ് ആണ് ഏറ്റവും വരെ പോയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഫ്ലീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലീറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് അങ്ങനെ ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ട് അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാന്ത വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. ഓവറോൾ കാന്ത വർക്കാണ് കണ്ടോ. നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് 45 to 46 ആ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഒരു എലൈൻ കുർത്തിയാണ്. ഈ ഒരു ഭാഗം മാത്രം ചെറിയ ഫ്ലീറ്റ്സ് പുറകിലേക്ക് എലൈനായിട്ടാണ് വരുന്നത്. സ്ലീവിനാണെങ്കിൽ ഒരു 15 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. താഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ ഇച്ചിരി വലിയ പ്രിൻറ്റും ഇവിടുന്ന് ബാക്കിയുള്ള എല്ലാതും ചെറിയ പ്രിൻറ്റിലാണ് പോകണം. നല്ല രസമുണ്ട് കാണാനായിട്ട്. M2XX സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 599 ആണ് കേട്ടോ. 599 രൂപ വരുന്നത്. കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ പ്രിൻ്റാണ്. ഇവിടെ വരെ നല്ല കട്ടിയാണ്. നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്തേക്കാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത്. ഇവിടെ ചെറിയ ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. പുറകുവശം ഇതെങ്ങനെയായിരുന്നു. നല്ല രസമാണ് കേട്ടോ കുഞ്ഞ് പ്രിൻ്റ് കാണാനായിട്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കുർത്തിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. M2XX സൈസസിൽ 599 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ആയിട്ട് വരിക. നിങ്ങൾക്ക് വേണ്ട സൈസും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടി എടുത്ത് അയക്കുക. അപ്പോൾ തന്നെ നമുക്ക്
ഓർഡർ ക്ലോസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണുള്ളത്, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആവുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ സമയത്ത് ഉണ്ടെങ്കിൽ തരാൻ പറ്റുന്നില്ലാണ്ട്. കാരണം നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നമാണ്. നമ്മൾ ഇവരെ പുറകെ നടക്കണം. നിങ്ങൾ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞാലോ ചെയ്തില്ലല്ലോ, അപ്പോൾ അവർ ചിലപ്പോൾ റിപ്ലൈ തരില്ല, ചിലപ്പോൾ നാളെ ചെയ്യാമെന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ നമ്മൾ അർജൻറ്റായിട്ട് വേണ്ട ഒരുപാട് ആൾക്കാരെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഹോൾഡിങ് പരിപാടി ഇല്ല. ദൈവത്തെ ഓർത്ത് ആരും അങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയും. ഞാൻ ഇപ്പോൾ പുറത്താണ്, വീട്ടിൽ ചെന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ പറയും. നമ്മളത് സത്യസന്ധമായിട്ടാണെന്ന് വിചാരിക്കും. ഇവർ വീട്ടിൽ ചെന്ന് രാത്രിയായി പിറ്റേ ദിവസം നേരം വെളുത്താൽ അവർ പേയ്മെൻറ്റ് നമ്മൾക്ക് ചെയ്യില്ല. പിന്നെ ചോദിക്കുമ്പോൾ അവർ നമുക്ക് റിപ്ലൈ തരില്ല. അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും എന്താ പറയുക ഫ്രീ ആയിട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണോ നമ്മുടെ അടുത്ത് ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റ് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടോയെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് അങ്ങനെ ഹോൾഡിങ് പരിപാടി ഇല്ല. പേയ്മെൻറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക, ഓർഡർ കൺഫേം ആക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐറ്റം കിട്ടിയില്ല, 2-3 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യുക. സാധാരണ നമ്മളൊരു 3 to 4 days ആണ് ഉദ്ദേശിക്കുക. നമ്മൾ ഇന്ന് എടുക്കുന്ന ഓർഡർ ആണെങ്കിൽ നാളെ പാക്ക് ചെയ്ത് മറ്റന്നെയാണ് ഇവിടെ നിന്ന് അയക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 3 to 4 daysനുള്ളിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യുക. ഇപ്പോൾ DTDC ഒക്കെ ആണെങ്കിലും നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. പോസ്റ്റലാണെങ്കിലും ട്രാക്ക് ചെയ്യാൻ പറ്റും. എവിടെ എത്തി എന്നുള്ളൊരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.